ഹായ്, നമ്മളിതിൻ്റെ നെക്സ്റ്റ് സെറ്റ് ഓഫ് വീഡിയോസ് ആണ്. പാർട്ട് ചാപ്റ്റർ 2 ആണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിൽ നമ്മൾ ഇത് ഇത്തിരി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. സോ ആൻഡ് ഇതിലെ വീഡിയോസും കുറച്ച് ലെങ്തി ആയിരിക്കും. ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്ത പാടാണ്. എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു പഠിക്കാൻ. ബട്ട് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം ഞാൻ ഈ ബുക്ക് മൊത്തം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് എളുപ്പമല്ല, നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഓർത്ത് വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. സോ എൻ്റെ ഒരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലായിരിക്കും പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റത്തെ ഈ പാട്ടുണ്ടല്ലോ, ഈ തിയറി ഓഫ് മാനേജ്മെന്റ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ തിയറീസ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് അതിൽ ഒന്ന് രണ്ട് സയന്റിസ്റ്റിന്റെ ഡീറ്റെയിൽസും കൂടി പഠിക്കാനുണ്ട്. സോ വിൽ സ്റ്റാർട്ട്. വീഡിയോ ലെങ്ത് ആക്കാൻ നിൽക്കുന്നില്ല. ഫസ്റ്റ് തിങ്, നമ്മൾ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത്. സോ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെ സ്റ്റഡീസിനെ പറ്റിയാണ് പറഞ്ഞത്. ഓരോരുത്തരും അവരുടെ കോൺട്രിബ്യൂഷൻസ് നടത്തിയതും ഓരോ കാലഘട്ടങ്ങളിൽ, അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള തിയറീസാണ്. ഫസ്റ്റ് നമുക്കുള്ള തിയറിയാണ് ക്ലാസിക്കൽ തിയറി. ക്ലാസിക്കൽ തിയറി ഈസ് ഫോക്കസ്ഡ് ഓൺ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഒരു പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ മാത്രമേ ഫസ്റ്റിൽ നോക്കിയിട്ടുള്ളൂ ക്ലാസിക്കലിൽ. പിന്നെ നമുക്ക് നിയോ ക്ലാസിക്കൽ വന്നു, അതായത് 1930 തുടങ്ങി 1960 വരെ. നിയോ ക്ലാസിക്കൽ ഉണ്ട്, നിയോ ക്ലാസിക്കൽ. ജസ്റ്റ് നിയോ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ നിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നതുകൊണ്ടാണ് നിയോ ക്ലാസിക്കൽ എന്നുള്ള പേര് വന്നത്. ഹ്യൂമൻ റിലേഷൻഷിപ്പും ഹ്യൂമൻ ബിഹേവിയറും മാത്രമേ ഇതിൽ കൂടെ, എഫിഷ്യൻസി കൂടെ ഇതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നിയോ ക്ലാസിക്കൽ വന്നത്. അപ്പോൾ ക്ലാസിക്കലിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് നിയോ ക്ലാസിക്കൽ. പിന്നെ ലാസ്റ്റ് വന്നാണ് മോഡേൺ. 1960 ശേഷം മുന്നോട്ടുള്ള എല്ലാ ടൈമിലും മോഡേണാണ്. മോഡേണിലാണ് നമുക്ക് സിറ്റുവേഷനും സിസ്റ്റംസ്, എൻവയോൺമെന്റ്, ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്തിട്ടാണ് മോഡേൺ ഇതാക്കിയത്. അതായത് നമ്മളുടെ ഏതാണ് സിറ്റുവേഷൻ അതിനനുസരിച്ചുള്ള പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ സ്റ്റഡീസിൽ പറയുന്നത്. ഇതാണ് 3 ഇത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് വയ്ക്കാം. ഒരെണ്ണം ഫസ്റ്റത്തെ ക്ലാസിക്കൽ തിയറി ഡിവൈഡ് ചെയ്തിട്ടുള്ള 3 ബ്യൂറോക്രസി, സയന്റിഫിക് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. BSA സൈക്കിൾ എന്ന് പഠിക്കുക. ബ്യൂറോക്രസി, സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. നിയോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിലേഷൻ, ബിഹേവിയർ സയൻസ് അപ്രോച്ച്. ഒരെണ്ണം റിലേഷനും ഒരെണ്ണം ബിഹേവിയറിലാണ്. ഇങ്ങനെ പഠിച്ചാൽ മതി. HB എന്ന് എഴുതാം, ഹ്യൂമൻ റിലേഷൻ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഒരെണ്ണത്തിൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേത് ബിഹേവിയറാണ്. റിലേഷൻഷിപ്പിലായപ്പോഴാണ് അവളുടെ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞതെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ റിലേഷൻഷിപ്പ് ഫസ്റ്റത്തത്, രണ്ടാമത്തത് ബിഹേവിയർ, സ്വഭാവം ആൾക്കാരുടെ. സോ റിലേഷൻഷിപ്പ് ബിഹേവിയർ ഓർത്ത് വയ്ക്കുക. പിന്നെ മോഡേൺ മൂന്നാമത്തെ തന്നെയാണ് തിയറി ഓഫ് മാനേജ്മെന്റ്. മോഡേൺ തിയറിയിൽ ക്വാണ്ടിറ്റേറ്റീവ്, സിസ്റ്റം ആൻഡ് കണ്ടിജൻസി അപ്രോച്ച് എന്നാണ് വരുന്നത്. 3 വരുന്നുണ്ട്. ആക്ച്വലി അതിൽ ഒരെണ്ണം കൂടി ഉണ്ട്, ഞാനത് എഴുതാൻ വിട്ടതെന്നറിയില്ല. മാനേജ്മെന്റ്, സിസ്റ്റം, കണ്ടിജൻസി ആൻഡ് ഓപ്പറേഷൻ. ഇതിൽ ഓപ്പറേഷനിൽ നിന്ന് അതിൻ്റെ ഒരു പാട്ടും കൂടി ഉണ്ട്, അതും കൂടി എഴുതിയേക്കാം. ഇതിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇപ്പോൾ എണ്ണാൻ പറ്റുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് എണ്ണൽ. സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം. കണ്ടിജൻസി അല്ലെങ്കിൽ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് എന്താ പറയുന്നത്, സിറ്റുവേഷൻ. നമ്മൾ ഈ സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അപ്രോച്ച് എടുക്കുക എന്നുള്ളതാണ്. ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് എൻവിയോൺമെന്റ്. അതായത് ഏത് എൻവിയോൺമെന്റിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് അപ്രോച്ച് എടുക്കാം. സോ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് വേഗം ഇതിലേക്ക് പോകാം. സോ നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ക്ലാസിക്കലാണ് പഠിക്കുന്നത്. നമ്മളോട് BSA എന്ന് പഠിച്ച സെയിം തിങ്. ക്ലാസിക്കലിൽ ബേസ്ഡ് ചെയ്യുന്നത് മോർ പ്രൊഡക്ഷൻ ആണ്, ലെസ് കോസ്റ്റ്, ഓർഗനൈസേഷൻ എഫിഷ്യൻസി. അതായത് പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞില്ല, എഫിഷ്യൻസി മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അത് കൂടുതൽ സാധനം ഉണ്ടാക്കണം, കുറച്ച് പൈസയ്ക്ക് ഉണ്ടാക്കണം, പിന്നെ ഓർഗനൈസേഷനിലെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എഫിഷ്യൻ്റ് ആയിട്ട് നടക്കണം. ഇതാണ് ക്ലാസിക്കലിൽ നമ്മൾ ബേസ് ചെയ്യുന്ന കോർ ഫങ്ഷൻസ്. അതിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ടൈമിലാണ്. ക്ലാസിക് എന്ന് ആലോചിക്കുമ്പോൾ ക്ലാസിക് സിനിമ ആലോചിക്കുക. പണ്ടത്തെ സിനിമകളിൽ കണ്ടിട്ടില്ലേ, തൊഴിലാളിമാരെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്നത്, അടിക്കുന്നത്, പൈസ കൊടുക്കാണ്ടിരിക്കുന്നത്. അതുപോലെ പ്രൊഡക്റ്റിനെ മാത്രം, അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം മതി, ആൾക്കാരെ പറ്റിയൊരു ചിന്തയില്ല. അതാണ് ക്ലാസിക്കൽ തിയറി. നമ്മൾ ക്ലാസിക്കൽ എന്ന് പഠിക്കുമ്പോൾ ക്ലാസിക്കൽ സിനിമാസ് ആലോചിക്കുക. ക്ലാസിക്കൽ സിനിമയിൽ മുതലാളിമാരെ എത്തോളം ചൂഷണം ചെയ്തിരുന്ന തൊഴിലാളിമാരെ. അപ്പോൾ അത് എന്തുകൊണ്ട് അവർക്ക് പൈസ മാത്രം മതി, അതായത് പ്രൊഡക്റ്റ് മാത്രം മതി, പ്രൊഡക്റ്റും പൈസയും മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസിക്കൽ തിയറിയിൽ ഫോക്കസ്ഡ് ഓൺ പ്രൊഡക്റ്റ് വൈതായിരുന്നു മോർ പ്രൊഡക്ഷൻ, ലെസ് കോസ്റ്റ്, ഓർഗനൈസേഷൻ എഫിഷ്യൻസി, ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ ടൈപ്പ്,
ഓർഗനൈസേഷണൽ ഗോൾസ്, അതായത് മുതലാളിമാരുടെ ആവശ്യങ്ങൾ മാത്രമേ കൺസിഡർ ചെയ്തിരുന്നു, വേറെ ഒന്നും കൺസിഡർ ചെയ്തിരുന്നില്ല. അതായത് പ്രയോറിറ്റി. ക്ലാസിക്കലിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒരെണ്ണം ബി ഫോർ ബ്യൂറോക്രസി. ഈ ബ്യൂറോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂറോക്രാറ്റിക്, നമ്മളൊരു എന്താ പറയുക, അയാൾ ഭയങ്കര ബ്യൂറോക്രാറ്റിക് ആണ് എന്നൊക്കെ പറയില്ലേ. ബ്യൂറോക്രാറ്റിക്കിന്റെ മെയിൻ കൺസെപ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ റൂൾസിനെ ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത്. റൂൾസ് ആണ് മെയിൻ. ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്ന് അതിലൊരു റൂൾസ് ഉണ്ടായിരിക്കും, അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഗൈഡ് ലൈൻസ്, റൂൾസിന്റെ വേറെ പേരാണ് ഗൈഡ് ലൈൻസ് ഫോർ സ്ട്രക്ചറിങ് ദ ഫോർമുലേഷൻ ഓഫ് റൂൾസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ക്ലിയർ ഡിവിഷൻ ഓഫ് ലേബർ. ഓരോരുത്തർക്കും ലേബർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിനിപ്പോൾ സെറ്റൽ റൂൾസ് ഉണ്ടാവും, അതുപോലെ ചെയ്യാൻ പാടുള്ളൂ. എവരിവൺ വിൽ ഹാവ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഓഫ് വർക്ക്, എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ചെയ്യാൻ പാടുള്ളൂ. ഗൈഡ് ലൈൻസും പ്രോസസ്സും ഉണ്ടാവും, ആ ഫോളോ ചെയ്തിട്ട് തന്നെ തരാം. അത് റൂൾസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ കാര്യം. റൂൾസ് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇത് നടത്തുന്നത് ബ്യൂറോക്രാറ്റിക്. അപ്പോൾ ബ്യൂറോക്രാറ്റിക് എന്ന് വെച്ചാൽ റൂൾസ് ആലോചിക്കാം. രണ്ടാമതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് സയന്റിഫിക് മാനേജ്മെന്റ് വരുന്നത് നമ്മൾ സയന്റിഫിക് ആയിട്ട് നമ്മളൊരു വഴി കണ്ടുപിടിക്കും, അതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ദ ബെസ്റ്റ് വേ ടു ഡു എ ജോബ് എന്നുള്ളതാണ് സയന്റിഫിക് മാനേജ്മെന്റിന്റെ മെയിൻ കൺസെപ്റ്റ്. അതായത് എങ്ങനെ ചെയ്താൽ മാത്രമേ ഏറ്റവും ഒപ്റ്റിമായിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യണം. ഓർഗനൈസേഷൻ പ്രിൻസിപ്പൽ ദാറ്റ് സ്യൂട്ടഡ് ഫോർ മാസ് പ്രൊഡക്ഷൻ. കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ എഫിഷ്യൻസിയാണ് ബേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാകാൻ എങ്ങനെ വർക്ക് ചെയ്യണം, അതിൻ്റെ ബെസ്റ്റ് വേ കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് തരും. അത് തന്നെ ചെയ്യാൻ പാടുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ് പറയുന്നത്. സയന്റിഫിക് മാനേജ്മെന്റ് തിയറി മോർ മെക്കാനിക്കലാണ്. അതായത് യന്ത്രം പോലെ അത് തന്നെ ചെയ്യാം. മൂന്നാമത്താണ് അഡ്മിനിസ്ട്രേറ്റീവ്. BSA മൂന്നാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്ററുടെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അത് സ്മൂത്ത് ആയിട്ട് ചെയ്യുക. അതായത് കമ്പനി നടത്തിക്കൊണ്ട് പോവുക ഒരു ദിവസത്തെ കാര്യം. അതാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ സാധാരണ പണി. ഈ അഡ്മിൻ എന്നൊക്കെ പറയില്ല, അവരുടെ പണി ഇതാണ്. സ്മൂത്ത് റണ്ണിങ് ഓഫ് ഡേ ടു ഡേ ബിസിനസ്. അത് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് വരുന്നത്. ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് മോണിറ്ററിങ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആൻഡ് ഈ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ററാക്ഷൻസ് ഇല്ലാതെ, അതായത് ഒരു മുടക്കവും തെറ്റവും അതൊന്നും വരാതെ, മുടക്കങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനുള്ള എല്ലാ പ്രിൻസിപ്പിൾസും നമ്മൾ കൊണ്ടുവരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഹെൽപ്സ് ടു എലിമിനേറ്റ് ഇന്ററാക്ഷൻസ്, and it was focused on day-to-day operations and daily operations of the organization. It was focused on basic management functions. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിൽ വരുന്നത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിക്കൽ കഴിഞ്ഞു. പിന്നെ ഉള്ളത് നിയോ. നമ്മൾ പറഞ്ഞത് നിയോ ക്ലാസിക്കൽ നമ്മൾ നിയോ ആഡ് ആയി എന്ന് വെച്ചാൽ ഹ്യൂമൻസിൻ്റെ ആയിട്ടുള്ള എലമെന്റ്സ് ആഡ് ആയി. അപ്പോൾ ഈ നിയോ ക്ലാസിക്കൽ എന്ന് വെച്ചാൽ എക്സ്റ്റൻഡ് വേർഷൻ ഓഫ് ക്ലാസിക്കൽ തിയറീസ് ആൻഡ് ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് വെർ introduced to the business. അതായത് ഹ്യൂമനും സോഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അതിൽ നമ്മൾ പറയുന്നത് ഹാപ്പി എംപ്ലോയീസ് ദ എഫിഷ്യന്റ് എംപ്ലോയി. അതായത് ഹാപ്പി എംപ്ലോയീസിന് ഉണ്ടാക്കലാണ് എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനുള്ളതിൻ്റെ മെയിൻ കൺസെപ്റ്റ്, മെയിൻ ബെനിഫിറ്റ്. എങ്ങനെയാണ് ഹാപ്പി എംപ്ലോയീസ് ആണ് എഫിഷ്യൻസിയും കൂടും. ഇൻട്രഡക്ഷൻ ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെറ്റ്. അതായത് ഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പും അതിനെ രണ്ടിനും കൂടി ഒരുമിച്ച് കൊണ്ടുപോകലാണ് ഒരു കമ്പനിയുടെ ബെറ്റർ ഗ്രോത്തിന് നല്ലത്. അതാണ് നിയോ ക്ലാസിക്കൽ ഇൻട്രഡക്ഷനിൽ വന്നത്. ഇത് എൽട്ടമയോ ആണ് കൊണ്ടുവന്നത്. എൽട്ടമയോ ഫാദർ ഓഫ് HR എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൽട്ടമയോ ആണ് 2 മാർക്കിന് 1 വേർഡ് ചോദിക്കാം, അത് വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. ഫാദർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഈസ് നോൺ ആസ് എൽട്ടൺ മയോ. മയോണൈസ് മയോ. ഇതിൽ വരുന്ന 2 തിയറിയാണ്. ഒരു റിലേഷൻഷിപ്പ്, ഒരു ബിഹേവിയറിൽ. അതായത് റിലേഷൻഷിപ്പ് ആയതിനു ശേഷമാണ് അവളുടെ ബിഹേവിയറിൽ നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് വരുന്നത് ആൾക്കാരെ ഡിഗ്നിറ്റിയും സെൽഫ് റെസ്പെക്റ്റോടും കൂടിയിട്ട് എംപ്ലോയീസിനെ നോക്കി കൺസിഡർ ചെയ്യണം. എംപ്ലോയീസിനെ ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമായിട്ട് കാണരുത്, ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രമായിട്ട് കാണരുത്. എംപ്ലോയി ഷുഡ് ബി ഹ്യൂമനിസ്റ്റിക്, ഒരു മനുഷ്യത്വം ഉണ്ടായിരിക്കണം. മെക്കാനിക്കായിട്ട് സംസാരിക്കരുത്. അത് മെക്കാനിക്കായിട്ട് സംസാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളോട് മെഷീനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. അയാളുടെ പാർട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. വെൽഫെയർ ആൻഡ് കോപ്പറേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. വെൽഫെയർ വേണം, കോപ്പറേഷനും വേണം. എംപ്ലോയീസിനിടയിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഇതുണ്ടാവും. അതാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ പറയുന്നത്. ഹ്യൂമൻ ബിഹേവിയർ വരുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ബിഹേവിയറിൽ വരുന്നത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് എന്തൊക്കെ കൊടുക്കണം. അതിലാണ് നമുക്ക് ഈ മോട്ടിവേഷൻ,
അതുപോലെ ഇൻഡിവിജ്വൽ ഡ്രൈവ്സ്, അതുപോലെ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്, ലീഡർഷിപ്പ്, ഹ്യൂമൻ മോട്ടിവേഷൻ, ഇതൊക്കെ കൊടുക്കുന്നത്. അതായത് ആൾക്കാരെ മോട്ടിവേറ്റ് എന്തൊക്കെ കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ബ്രാഞ്ചിന് മൊത്തമായിട്ട് ടാർഗറ്റ് കൊടുക്കാം, ഇൻഡിവിജ്വൽ ആയിട്ട് ടാർഗറ്റ് കൊടുക്കാം, അവരുടെ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാം, ഒരാളെ ലീഡറായിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ട് അയാളെ കൊണ്ട് ലീഡ് ചെയ്യിപ്പിക്കാം, അപ്പോൾ അയാൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ തോന്നും. മോട്ടിവേഷൻ ഇൻ എവറി ലെവൽസ്, എല്ലാ ലെവലിലും ഇൻസെൻറ്റീവ്സ് കൊടുത്തൊക്കെ മോട്ടിവേറ്റ് ചെയ്യാം. അതാണ് ബിഹേവിയറിൽ വരുന്നത്. സോ റിലേഷൻഷിപ്പ്, ബിഹേവിയറിൽ രണ്ടും നിയോ ക്ലാസിക്കൽ വരുന്നതാണ്. മൂന്നാമത്താണ് സിസ്റ്റം, അതായത് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച്, അതായത് മോഡേൺ അപ്രോച്ച്. മോഡേൺ അപ്രോച്ചിൽ വരുന്നതിന് മോഡേൺ അപ്രോച്ചിനെ തന്നെ 3 പേരിൽ വിളിക്കും. വൺ വേർഡിൽ ചോദിക്കാൻ ചിലപ്പോൾ കണ്ടിജൻസി, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് മാത്തമാറ്റിക്. എണ്ണാൻ പറ്റുന്നത് കണ്ടിജൻസി സിറ്റുവേഷൻ ആണ്. കണ്ടിജൻസിയുടെ വേറൊരിത് മാത്തമാറ്റിക്കലി എന്ന് വെച്ചാൽ കണക്കുകൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഓൺ ഡിഫറെൻറ്റ് ടൈം ആൻഡ് ഡിഫറെൻറ്റ് പേഴ്സൺ. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോക്കുന്നത്, ഇത് എഴുതാൻ നല്ല രസമുള്ളതായിട്ടാണ്. ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് അറ്റ് ഡിഫറെൻറ്റ് ടൈം ഓർ ഡിഫറെൻറ്റ് പേഴ്സൺസിനനുസരിച്ച് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഡിഫറെൻറ്റ് ടൈമിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതിലൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. നോ യൂണിവേഴ്സൽ സ്ട്രാറ്റജീസ്. ലോകത്തെല്ലായിടത്തും ഒരേപോലെ അപ്ലിക്കബിൾ ആവുന്ന സ്ട്രാറ്റജീസ് ഇല്ല. അഡാപ്റ്റ് ടു ദ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് എഴുതണം. എന്നിട്ട് വേണം നമ്മൾ മാനേജ്മെൻറ്റ് പ്രോസസ്സസും പ്രിൻസിപ്പൾസും ചെയ്യാൻ വേണ്ടിയിട്ട്. യൂസ് മാനേജ്മെൻറ്റ് ടൂൾസ്, അതായത് ഉള്ള കുറേ ടെസ്റ്റുകൾ, കുറേ മെത്തഡോളജീസ്, സ്റ്റഡീസ്, അതുപോലെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ, മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പൾസും അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ 4 കാര്യമാണ് വരുന്നത്. ഒരെണ്ണം മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്, സിറ്റുവേഷൻ അപ്രോച്ച് ആൻഡ് ഓപ്പറേഷണൽ അപ്രോച്ച്. ഇതിലിങ്ങനെ നിങ്ങൾക്ക് ഇത് മൊത്തമായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് സയൻസ് അപ്രോച്ചിൽ വരുന്നത് സയൻറ്റിഫിക് മെത്തഡോളജിയാണ്. അതായത് സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്ത് അതിനുള്ള ഡിസിഷൻസ് എടുത്ത് അതിൻ്റെ റിപ്പോർട്ടുകൾ നോക്കി അത് നോക്കിയിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. ഇത്രയേ ഉള്ളൂ. സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം എന്ന് പറയില്ലേ, കമ്പ്യൂട്ടർ സിസ്റ്റം ആലോചിക്കാം. സിസ്റ്റം അപ്രോച്ചിൽ വരുന്നത് ഇൻട്രഡക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് വെച്ചാൽ ഈ സിസ്റ്റം അപ്രോച്ചിൽ മൊത്തം കമ്പനീനെയും ചെറിയ സബ്സിസ്റ്റം ആക്കിയിട്ട് കുറയ്ക്കും, ഡിവൈഡ് ചെയ്യും. സെറ്റ് ഓഫ് എലമെന്റ്സ് ജോയിൻ ടുഗദർ ടു ഫോർമേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, അതായത് ചെറിയ എലമെന്റ് ആക്കിയിട്ട് ഈ സ്മോൾ എലമെന്റ്സിന്റെ സബ്സിസ്റ്റം എന്ന് പറയും. ഈ സബ്സിസ്റ്റം വലിയ കമ്പനി ചെറിയ പാർട്ടുകളൊക്കെ, അതായത് സെയിൽസിൽ എന്താ പറയുക, ഓൾ കേരള സെയിൽസ്, ഓൾ തമിഴ്നാട് സെയിൽസ്, അങ്ങനെ ഡിഫറെൻ്റ് ആക്കിയിട്ട് എന്നിട്ട് ഓരോ സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റേഷൻ വരും. ഇംപ്രൂവിങ് സബ്സിസ്റ്റം, ഓരോ സബ്സിസ്റ്റവും ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നത് മൊത്തം ഇമ്പ്രൂവ്മെന്റ് ഇതാണ്. അതായത് ഓരോ സംസ്ഥാനത്തിന്റെ സെയിൽസ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നത് മൊത്തം ഓൾ ഇന്ത്യ സെയിൽസ് കൂടിയില്ലേ, അതാണ് പറയുന്നത്. സ്മോൾ സബ്സിസ്റ്റം ആയിട്ട് കൊണ്ടുവന്നിട്ട് ഓരോ സബ്സിസ്റ്റത്തിനെയും ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ട് മൊത്തം ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കും. അതാണ് സിസ്റ്റം അപ്രോച്ച്. പിന്നെയാണ് കണ്ടിജൻസി ഓർ സിറ്റുവേഷൻഷിപ്പ് അപ്രോച്ച്. സിറ്റുവേഷൻ അപ്രോച്ച് വെച്ചാൽ ഓരോ സിസ്റ്റത്തിനനുസരിച്ചും ഓരോ ബെസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യണം, അല്ലാതെ ഒരു സിംഗിൾ തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് സിറ്റുവേഷൻ്റെ ബേസിലായിരിക്കണം. ഓരോ സിറ്റുവേഷനും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഈ സിറ്റുവേഷൻ തന്നെയാണ് ഓപ്പറേഷനിൽ വരുന്നത്, ഓപ്പറേഷണൽ അപ്രോച്ചിൽ ഈ സിറ്റുവേഷന് പകരം നിങ്ങൾ എൻവയോൺമെന്റ് എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ. യൂണിവേഴ്സൽ അപ്രോച്ച് ടു മാനേജ്മെന്റ് ഇസ് ബേസ്ഡ് ഓൺ ദ എൻവയോൺമെന്റ് ഈസ് ഡിഫറെന്റ് ഫോർ മാനേജേഴ്സ് ആൻഡ് ദ പ്രോസസ്. ഓരോ എൻവയോൺമെന്റ് ഡിഫറെന്റ് ആണ്, അപ്പോൾ അവിടെ എടുക്കുന്ന മാനേജ്മെന്റ് ഡിസിഷൻസും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷൻ എന്നുള്ളടത്തൊക്കെ എൻവയോൺമെന്റ് എഴുതിയാൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ് ആയി. അപ്പം മോഡേൺ എഴുതാൻ ഭയങ്കര സുഖമാണ്, ഇതിൽ ടെസ്റ്റിൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടത്. ഇതിങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് എഴുതാൻ പറ്റും. മാനേജ്മെന്റ് സയൻസ് ആകുമ്പോൾ സയൻസ് മെത്തഡോളജി വരും. സിസ്റ്റം ആകുമ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഉണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റംസും സബ് സിസ്റ്റംസും ഉണ്ടാവും. സബ് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്താൽ മൊത്തം സിസ്റ്റം ഇമ്പ്രൂവ് ആവും. കണ്ടിജൻസി ഓഫ് സിറ്റുവേഷൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് വേണം പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ. സിറ്റുവേഷൻ സംബന്ധിച്ച് ഓരോ പ്രിൻസിപ്പിൾ നമുക്ക് മാറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷന് പകരം നമ്മളെ എൻവയോൺമെന്റ് എഴുതിയ ഓപ്പറേഷൻ അപ്രോച്ചായി. എൻവയോൺമെന്റ് ഇസ് ഡിഫറെന്റ് ആണ്, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇത്രയും പഠിച്ചാൽ നമ്മളുടെ ഇത് കംപ്ലീറ്റ് ആവും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 3-4 പേജ് വരുന്ന പാർട്ടാണ്. സോ നിങ്ങൾ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളിത് ഇത്രയും ഭാഗം നിങ്ങൾ പഠിക്കാൻ കംപ്ലീറ്റ് ചെയ്ത് പോകാം. 15 മിനിറ്റ് കൊള്ളിക്കാൻ ഞാൻ നോക്കുന്നുണ്ട് ഈ വീഡിയോ. സോ ബാക്കി പാട്ട്, അതായത് ഹെൻറി ഫയോളിൻ്റെ ബാക്കി പാട്ട്, ഇതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൻറി ഫയോളിലും എഫ്.ഡബ്ല്യു. ടൈലറും ഞാൻ അടുത്ത പാട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോസ് ആരും അങ്ങനെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടില്ല, ചിലപ്പോൾ കാണുമായിരിക്കും. കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു. കാരണം നിങ്ങളെപ്പോലുള്ള ഒരുപാട് പിള്ളേർക്ക് വീഡിയോ ഷെയർ ആവും. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യലും കൂടി കൺസിഡർ ചെയ്യണം. പിന്നെ അതുപോലെ സബ് ചെയ്ത് ചെയ്യുന്നതൊന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.